ദൈവത്തിൻ്റെ എല്ലാ ആലോചനകളും ദൈവം പ്രത്യേകമായിട്ട് ഇസ്രായേൽ മക്കൾ കൂടിയാണ് നൽകിയത്. രണ്ട് കാര്യങ്ങളാണ് ഇസ്രായേൽ മക്കൾ, അത് യഹൂദന്മാരിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. ഒന്ന്, നമുക്ക് ബൈബിൾ ലഭിച്ചു. രണ്ട്, യേശു ക്രിസ്തുവിനെ ലഭിച്ചു. അപ്പോൾ ഒരു സാധാരണ സംഭവമല്ല, ദൈവത്തിൻ്റെ ആഗോള പദ്ധതിയുടെ ഒരു ഭാഗമാണ്. മനുഷ്യൻ ആദം അവയും പാപം ചെയ്തപ്പോൾ പാപത്തിൽ നിന്ന് വിടുതൽ നൽകും, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന് തലയെ ചതയ്ക്കുമെന്ന് പറഞ്ഞു. ആ സ്ത്രീയുടെ സന്തതിയായ ദൈവപുത്രനായ യേശു ക്രിസ്തു വരുവാനും വേണ്ടി ഇസ്രായേലിനെ ദൈവം തെരഞ്ഞെടുത്തതാണ്. ചരിത്രത്തിലെ വെറും ഒരു ചെറിയ സ്പോട്ടല്ല, ചരിത്രത്തിൻ്റെ കേന്ദ്ര ബിന്ദു യഹൂദനും ഇസ്രായേലുമാണ്. ആ യഹൂദൻ കൂടിയാണ് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത്. അതേപോലെ തന്നെ ഈ വാറിനെ പറ്റി അമേരിക്കൻ സൈനിക മേധാവികളും അമേരിക്കൻ പൊളിറ്റീഷ്യൻസും, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടി അഡ്മിനിസ്ട്രേഷനും അത് പറയുന്ന വാർ ഓഫ് ഡിവൈൻ എന്നാണ് പറയുന്നത്. ആ രീതിയിലാണ് അവരിതിനെ വ്യാഖ്യാനം കൊടുക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ വാറാണ് ഈ നടക്കുന്നത്. അത് ഈ പറയുന്നതുമായിട്ട് എന്ത് പ്രത്യേകത? ഈ അമേരിക്കയും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഓക്കെ, പക്ഷെ അമേരിക്ക ഇത് പറയുന്നതിൻ്റെ ആവശ്യം എന്തുവാ? അതായത് ബിബ്ലിക്കൽ ഇതാണോ എന്നെനിക്കറിയത്തില്ല. ഇത് മുസ്ലിമും അല്ലാത്തവരും യഹൂദൻ തമ്മിലുള്ള സംഘർഷമൊന്നും അല്ല. ഇത് ദൈവം തൻ്റെ പദ്ധതി അനുസരിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ആഗോളപരമായിട്ട് അവസാനം ഇറാനും തുർക്കിയും സുഡാനും ലിബിയയും റഷ്യയും ചേർന്ന് ഇസ്രായേലിനെ ആക്രമിക്കും. അത് എസെക്കിയേൽ 38-39 പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏലാമിൻ്റെ കാര്യം, അതായത് ഇറാൻ പഴയ പേർഷ്യയുടെ ഭാഗമായ ഏലാം, അതിൻ്റെ ഭാഗം നമുക്ക് യെരമ്യ 49 പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ റെഫറൻസ് ഉള്ളതാണ്. എന്താ സംഭവിക്കും ചോദിച്ചാൽ, ഇതൊരു ദൈവിക പദ്ധതിയാണെന്നുള്ളത് ഇത് അമേരിക്ക ഇടപെട്ടതുകൊണ്ടല്ല, ദൈവത്തിൻ്റെ ആഗോള പദ്ധതിയുടെ ഭാഗമാണ്. കാരണം യേശു ക്രിസ്തുവിൻ്റെ വരവാണ്. 6 കാര്യങ്ങളാണ് ഇനി ഭാവിയെ സംബന്ധിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നാം ആദ്യമായിട്ട് 1948 ഇസ്രായേലിൻ്റെ പുനർജന്മ. ലോകം മൊത്തം സഞ്ചരിച്ച ഇസ്രായേൽ 78 വർഷങ്ങൾക്ക് മുൻപ് ഒരു പുതിയ രാജ്യമായിട്ട് വന്നു. ഒരിക്കലും ആരും പ്രതീക്ഷയില്ല, പക്ഷേ ബൈബിൾ വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. രണ്ട്, ഒരു എ ന്യൂ അലൈൻമെൻറ്റ് ഓഫ് ദി നേഷൻസ്, പുതിയ ഒരു ആഗോള സമ്പദ് വ്യവസ്ഥ വരാൻ പോവുകയാണ്.